നമസ്കാരം. ഒരു വീട്ടിൽ എപ്പോഴും ഐശ്വര്യം നിലനിർത്തേണ്ടത് അനിവാര്യമാകുന്നു. ഐശ്വര്യം നിലനിർത്തുക എന്നത് പ്രയാസമേറിയ കാര്യം തന്നെയാണ്. കാരണം അറിയാതെ ചെയ്തു പോകുന്നതായ പലവിധ തെറ്റുകളാൽ ഒരു വ്യക്തിയുടെ ഐശ്വര്യം നഷ്ടപ്പെട്ടു എന്ന് വരാം. എന്നാൽ ഒരു വീട്ടിലേക്ക് കോടീശ്വരയോഗം ഉൾപ്പെടെ കൊണ്ടുവരുവാൻ സഹായകരമായ ചില വസ്തുക്കളുണ്ട്. ഐശ്വര്യം ആ വീടുകളിൽ നിലനിൽക്കും. ആ വസ്തുക്കളെ കുറിച്ചാണ് ഇനി പരാമർശിക്കാനായി പോകുന്നത്. ഈ വസ്തുക്കൾ എല്ലാം നിങ്ങളുടെ വീടുകളിൽ ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്. ഉണ്ട് എങ്കിൽ തീർച്ചയായും ആ വീടുകൾ നാൾക്ക് നാൾ ഉയരും, അല്ലെങ്കിൽ ആ വീടുകളിൽ ഐശ്വര്യം നിറഞ്ഞുകൊണ്ടേയിരിക്കും. ഇവ വീടുകളിൽ ശരിയായ രീതിയിൽ സൂക്ഷിക്കേണ്ടതും അനിവാര്യമാണ്. ആ വസ്തുക്കൾ ഏതെല്ലാമാണ് എന്ന് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ആദ്യത്തെ വസ്തു തേനാണ്. തേൻ ഏറ്റവും പവിത്രമായ വസ്തുക്കളിൽ ഒന്നാണ്. സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ പോലും വീടുകളിൽ സൂക്ഷിക്കാൻ, അല്ലെങ്കിൽ വീടിന്റെ ഐശ്വര്യത്തിന് കാരണമാകും എന്ന് പരാമർശിച്ചിട്ടുള്ള വസ്തുക്കളിൽ ഒന്നുകൂടിയാണ് തേൻ. തേൻ വീടുകളിൽ ഇരിക്കുന്നത് പോലും ഈശ്വരാധീനം വർദ്ധിപ്പിക്കുന്നതിന് സഹായകരമായി തീരും. അതിനാൽ തേൻ തീർച്ചയായും നിങ്ങൾ വീടുകളിൽ സൂക്ഷിക്കേണ്ടതായ വസ്തുവും നിത്യവും സേവിക്കേണ്ടതായ ഒരു വസ്തുവും കൂടിയാണ്. തീർച്ചയായും വീടുകളിലുണ്ട് എങ്കിൽ ആ വീടുകളിൽ പോസിറ്റീവായ ഊർജം വർദ്ധിക്കും. നെഗറ്റീവായ ഊർജങ്ങളെ പോലും തരണം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും. തീർച്ചയായും വീടുകളിൽ സൂക്ഷിക്കുക. മറ്റൊന്ന് മഞ്ഞളാണ്. മഞ്ഞളിനും നിരവധിയാർന്ന പ്രത്യേകതകളുണ്ട്. ദേവിയുമായി ബന്ധപ്പെട്ട് പരാമർശിക്കപ്പെടുന്ന ഏറ്റവും വിശേഷപ്പെട്ടതായ വസ്തുക്കളിൽ ഒന്നാണ് മഞ്ഞൾ. മഞ്ഞൾ വീടുകളിൽ സൂക്ഷിക്കുന്നത് ദേവിയുടെ അനുഗ്രഹം ആ വ്യക്തികളിൽ വന്ന് ചേരുന്നതിന്, വർദ്ധിക്കുന്നതിന് സഹായകരമായി തീരും. ദേവിയുടെ അനുഗ്രഹമില്ലാതെ ഈ ഭൂമിയിൽ തന്നെ നിലനിൽക്കുക എന്നത് സാധ്യമുള്ള കാര്യമല്ല. മഞ്ഞൾ ചെടി വീടിന്റെ പടിഞ്ഞാറ് ദിശയിൽ നിങ്ങൾ വളർത്തുകയാണ് എങ്കിൽ അത് ആ വീടിന് ഐശ്വര്യം നൽകും. നാൾക്ക് നാൾ ഉയർച്ച, നെഗറ്റീവ് ഊർജങ്ങളിൽ നിന്നും മോചനം തുടങ്ങിയ കാര്യങ്ങൾ ഫലമായി ലഭിക്കുകയും ചെയ്യും. അതിനാൽ മഞ്ഞൾ ചെടി ഇപ്രകാരം ചെയ്യുവാൻ നിങ്ങൾ മറക്കാതിരിക്കുക. മഞ്ഞൾ ചെടി വീടിന്റെ പടിഞ്ഞാറ് ദിശയിൽ തന്നെ നട്ടു വളർത്തുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കണം. മറ്റൊന്ന് നെയ്യാണ്. ശ്രീകൃഷ്ണ പ്രീതിയാൽ സകല ഐശ്വര്യങ്ങളും വന്നു ചേരുവാൻ, ഒരു വീട്ടിലേക്ക് കൊണ്ടുവരുവാൻ സഹായകരമായ വസ്തുക്കളിൽ ഒന്നായാണ് നെയ്യിനെ കണക്കാക്കുന്നത്. നെയ് വീടുകളിൽ ഉണ്ട് എങ്കിൽ ആ വീടുകളിൽ പോസിറ്റീവായ ഊർജം വർദ്ധിക്കും എന്നാണ് പറയുക. നെയ് കൊണ്ട് നിരവധിയാർന്ന പ്രയോജനങ്ങളുണ്ട്. എന്നാൽ അതിൽ ഏറ്റവും വിശേഷപ്പെട്ടതായി പരാമർശിക്കുവാൻ സാധിക്കുന്നത്, നെയ് നിത്യവും വിളക്ക് തെളിയിക്കാൻ ഉപയോഗിക്കുകയാണ് എങ്കിൽ ആ വീടുകൾ നാൾക്ക് നാൾ ഉയരും എന്നാണ് പറയുക. അത്രമേൽ വിശേഷമാണ്. രണ്ടു നേരവും വിളക്ക് നെയ് കൊണ്ട് തെളിയിക്കുവാൻ സാധിക്കുകയാണ് എങ്കിൽ, അത് നിത്യവും തെളിയിക്കുവാൻ സാധിക്കുകയാണ് എങ്കിൽ മഹാഭാഗ്യം തന്നെയാകുന്നു. എന്നാൽ ഏവർക്കും അതിന് സാധിക്കണം എന്നില്ല. അങ്ങനെയുള്ള വ്യക്തികളാണ് എങ്കിൽ വിശേഷപ്പെട്ടതായ ദിവസങ്ങളിൽ നെയ് ഇപ്രകാരം ചെയ്യുക. നെയ് കൊണ്ട് വീടുകളിൽ വിളക്ക് തെളിയിക്കുക. ഇപ്രകാരം ചെയ്യുന്നതിലൂടെയും ശ്രീകൃഷ്ണ പ്രീതിയാലും ഐശ്വര്യങ്ങളാലും ആ വീടുകളിൽ ദുരിതങ്ങൾ തീരുകയും ഉയർച്ച കൈവരിക്കുവാൻ സാധിക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങളാണ് വന്നു ചേരുക. മറ്റൊന്ന് ഉപ്പാണ്. ഉപ്പിന് വളരെയധികം പ്രാധാന്യമുണ്ട്. കാരണം സാക്ഷാൽ മഹാലക്ഷ്മി ദേവിയുമായി ബന്ധപ്പെട്ട് പരാമർശിക്കപ്പെടുന്ന വസ്തുക്കളിൽ ഒന്നാണ് ഉപ്പ്. കല്ലുപ്പിനും പൊടിയുപ്പിനും പ്രാധാന്യമുണ്ട്. എന്നാൽ ഏറ്റവും പ്രാധാന്യം കല്ലുപ്പിന് തന്നെയാണ്. കല്ലുപ്പ് ഒരല്പമെങ്കിലും വീടുകളിൽ ഉണ്ടാകുന്നത് ഏറ്റവും വിശേഷമാണ്. നെഗറ്റീവ് ഊർജത്തെ കുറയ്ക്കുവാനും വീട്ടിലെ നെഗറ്റീവ് ഊർജത്തെ കുറച്ച് പോസിറ്റീവ് ഊർജം കൊണ്ടുവരുവാൻ ഏറ്റവും ഉത്തമമായ വസ്തുവായി കണക്കാക്കുന്ന ഒന്നാണ് ഉപ്പ്. സാക്ഷാൽ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹവും ആ വീടുകളിൽ വരും. അതിനാൽ തീർച്ചയായും വീടുകളിൽ ഉപ്പ് നിങ്ങൾ ഇപ്രകാരം സൂക്ഷിക്കുക. അതായത് ഒരിക്കലും ഉപ്പ് തീരാൻ പാടില്ല എന്നാണ് പറയുക. പകുതി ആകുമ്പോൾ തന്നെ വാങ്ങി സൂക്ഷിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. മറ്റൊന്ന് ഗ്രന്ഥങ്ങളാണ്. പലവിധ ഗ്രന്ഥങ്ങൾ വീടുകളിൽ ഉണ്ടാകും.
അതിൽ ഏറ്റവും വിശേഷപ്പെട്ടത് പുണ്യഗ്രന്ഥങ്ങൾ തന്നെയാണ്. ഇവ വീട്ടിൽ അനിവാര്യമാണ് എന്നതാണ് വാസ്തവം. കൊണ്ടുവരികയും ശരിയായ രീതിയിൽ അത് സൂക്ഷിക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്. ഭഗവത്ഗീത, രാമായണം, അത്തരത്തിൽ ഏത് ഗ്രന്ഥമാണ് എങ്കിലും വീടുകളിൽ കൊണ്ടുവരുന്നത് ഏറ്റവും വിശേഷമായി തന്നെ പരാമർശിക്കാം. നിങ്ങളുടെ ജീവിതത്തിലേക്ക് സർവ്വ ഐശ്വര്യങ്ങളും ഉയർച്ചയും കൊണ്ടുവരുവാനും നിലനിർത്തുവാനും സാധിക്കും. മറ്റൊന്ന് നിലവിളക്കാണ്. സർവ്വദേവതാ ചൈതന്യമാണ് നിലവിളക്ക്. വീടുകളിൽ 2 നേരം തെളിയിക്കുന്നതിലൂടെ ആ വീടുകളിൽ വന്നു ചേരുക. എന്നാൽ ശ്രദ്ധിക്കേണ്ടതായ കാര്യം, വിളക്കിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ ആ വിളക്ക് തെളിയിക്കുവാൻ ഉപയോഗിക്കരുത് എന്ന് തന്നെയാണ്. അതിനാൽ ആ കാര്യങ്ങൾ ശ്രദ്ധിച്ച് വിളക്ക് തെളിയിക്കുക. മറ്റൊന്ന് അരിയാണ്. അരിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. കാരണം സാക്ഷാൽ മഹാലക്ഷ്മി ദേവിയുമായി ബന്ധപ്പെട്ട് പരാമർശിക്കപ്പെടുന്നതായ ഒരു വസ്തുവാണ് അരി. ഏവർക്കും അനിവാര്യമായ ഒന്ന്. ഒരിക്കലും അതിനാൽ വീടുകളിൽ കുറയാതെ നോക്കേണ്ടതായ വസ്തു കൂടിയാണ് അരി. അരി കാൽഭാഗം പോലും ആകുവാൻ പാടില്ല എന്നാണ് പറയുക. പകുതി ആകുമ്പോൾ തന്നെ വീണ്ടും നിറച്ച് വയ്ക്കണം എന്ന് പറയുന്നു. അതിനാൽ തീർച്ചയായും നിങ്ങൾ അപ്രകാരം ചെയ്യേണ്ടത് അനിവാര്യമാണ്. അത് മഹാലക്ഷ്മി പ്രീതി വർദ്ധിക്കുന്നതിന് സഹായകരമായി തീരും. വീടുകളിൽ അരി തീരുന്നത് ശുഭകരമല്ല എന്നതാണ് വാസ്തവം. മറ്റൊന്ന് തുളസിയാണ്. തുളസിത്തറ ഇല്ല എങ്കിലും വടക്ക് കിഴക്കായി തുളസി അനിവാര്യം തന്നെയാകുന്നു. തുളസിത്തറ ഇല്ല എങ്കിലും തുളസിയെങ്കിലും വീടുകളിൽ ഉണ്ടാകേണ്ടതാണ്. എന്നാൽ വീടിന്റെ മുൻപിലായി തുളസിത്തറ വരികയാണ് എങ്കിൽ അത് ആ വീടിന് ഐശ്വര്യപ്രദമാണ്. പോസിറ്റീവായ ഊർജം നിത്യവും അല്ലെങ്കിൽ ഓരോ നിമിഷവും നിങ്ങളുടെ വീടിനുള്ളിലേക്ക് പ്രവഹിക്കുന്നതിന് സഹായകരമായി തീരും. അതിനാൽ തുളസിത്തറ തീർച്ചയായും വീട്ടിൽ അനിവാര്യമാണ് എന്ന് നിസ്സംശയം പറയാം. സാധിക്കാത്തവർ തുളസി വീടുകളിൽ വളർത്തുക. ശിവകുടുംബചിത്രം. ശിവകുടുംബചിത്രം വീടുകളിൽ ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്. വീടുകളിൽ ഐക്യം എപ്പോഴും നിലനിർത്തുവാനും ഐക്യം വർദ്ധിപ്പിക്കുവാനും സന്തോഷം നിലനിർത്തുവാനും സഹായകരമാണ്. ശിവകുടുംബചിത്രം പൂജാമുറിയിൽ സൂക്ഷിക്കുന്നതും നിത്യവും വീടുകളിൽ വിളക്ക് തെളിയിക്കുന്നതും. ഇപ്രകാരം ചെയ്യുന്നതിലൂടെ ഈ കാര്യങ്ങൾ സംഭവിക്കാം. ശ്രീകൃഷ്ണ ചിത്രം, മഹാലക്ഷ്മി ചിത്രം, വിഘ്നേശ്വരന്റെ ചിത്രം, ഇത്തരത്തിൽ നിങ്ങൾക്ക് സാധിക്കുന്നതായ മറ്റ് ചിത്രങ്ങളും പൂജാമുറിയിൽ വയ്ക്കാം. എന്നാൽ ശിവകുടുംബ ചിത്രം തീർച്ചയായും അനിവാര്യമാണ് എന്ന് നിസ്സംശയം പറയാം. മറ്റൊന്ന് വെള്ളി നാണയമോ അല്ലെങ്കിൽ സ്വർണം പോലുള്ള അമൂല്യമായ വസ്തുക്കളോ ആണ്. ഇവ വീടുകളിൽ ഉണ്ടാകുന്നത് സർവ്വ ഐശ്വര്യമാണ്. ഏവർക്കും സ്വർണം വാങ്ങുവാൻ സാധിക്കണം എന്നില്ല. അതിനാൽ അല്പം വെള്ളിയെങ്കിലും വീടുകളിൽ സൂക്ഷിക്കുന്നത് സർവ്വ ഐശ്വര്യപ്രദമാണ്. അതൊരു ചെറിയ നാണയമാണ് എങ്കിലും വീടുകളിൽ വെള്ളി സൂക്ഷിക്കുകയാണ് എങ്കിൽ ശുഭകരമാണ്. തീർച്ചയായും ആ കാര്യത്തിനും നിങ്ങൾ പ്രാധാന്യം നൽകുക.